ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പവേർഡ് ബൈ ഗോ ചാർട്ടിംഗ് മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ ഇടണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പോഡ്കാസ്റ്റ് അവർ ഞാനുമാരി ചെന്ന് റെക്കോർഡ് ചെയ്തായിരുന്നു ഇന്നലെ. അത് അവരുടെ ഗോ ചാർട്ടിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ട്രേഡിങ്ങിൻ്റെ സെറ്റപ്പുകളൊക്കെ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് 2 ട്രേഡ് സെറ്റപ്പും ഓർഡർ ഫ്ലോ വെച്ചുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. സോ ഗോ ചാർട്ടിങ്ങിൻ്റെ സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാം. എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ അതിൻ്റെ ഒരു പോസ്റ്റായിട്ട് അതിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് കാണുക. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നലെ നമ്മുടെ ഭീമന്മാരായ HDFC ബാങ്കിൻ്റെയും ICICI ബാങ്കിൻ്റെയും റിസൾട്ട് വന്ന ദിവസമായിരുന്നു. അപ്പോൾ HDFC ബാങ്ക് റിസൾട്ട് നോക്കുന്ന സമയത്ത് HDFC ബാങ്ക് നമ്മൾ നോക്കുമ്പം വ്യക്തമായിട്ട് HDFC ബാങ്കിൽ പറയും നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ കൂടിയിട്ടുണ്ട്. 165 ബില്യൺ കഴിഞ്ഞ വർഷം ഉണ്ടായ സമയത്ത് Q4 ഈ വർഷം 176 ബില്യൺ. ഇയർ ഓൺ ഇയർ എപ്പോഴും നമ്മൾ ഈ Q4 എന്ന് പറയുമ്പോൾ നമ്മൾ ഇയർ ഓൺ ഇയർ കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് ഇയർ ഓൺ ഇയർ വെച്ചും കൂടെ കമ്പാരിസൺ ചെയ്യേണ്ടി വരും. അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഏകദേശം പറഞ്ഞാൽ 165 ബില്യണിൽ നിന്നും 176.2 ബില്യൺ പ്രോഫിറ്റ് കൂടി. ഇൻട്രസ്റ്റ് 714 ബില്യണിൽ നിന്നും 774 ബില്യൺ ആയിട്ട് കൂടി. അപ്പം ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നോക്കുമ്പോൾ റിസൾട്ട് പോസിറ്റീവാണ്. അതായത് നെറ്റ് പ്രോഫിറ്റ് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗ്രോസ് NPA എന്ന് പറയുന്നത് 1.42 നിന്നും 1.33 ആയിട്ട് കുറഞ്ഞു. നല്ലൊരു സൂപ്പർബായിട്ട് അതായത് കടം തിരിച്ച് പിടിച്ചു തുടങ്ങിയെന്ന് അർത്ഥം. പിന്നെ അതുകൂടാതെ Q4 നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 0.4 നിന്നും 0.46 നിന്നും 0.43 ആയിട്ട് കുറയും. ചുരുക്കി പറഞ്ഞാൽ അതും നല്ലൊരു ഡ്രാസ്റ്റിക് അല്ല, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട്. അത് വലിയ ഫിഗറാണ്. 4 എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം ഫിഗറാണ്. വലിയ ഫിഗർ വെച്ച് കളിക്കുന്നവർക്ക് അത് വലിയ ഫിഗറാണ്. സോ പ്രൊവിഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ക്വാർട്ടറിൽ 31.54 ബില്യൺ ഉള്ളത് ഇതിപ്പം 31.9 ബില്യൺ ആയിട്ട് കുറച്ച് കണ്ടിജൻസി ആൻഡ് പ്രൊവിഷൻസ് കൂടിയിട്ടുണ്ട്. അതൊരു ചെറിയൊരു അവിടെ ഒരു വെള്ളം കാണുന്ന സമയത്ത് ഇപ്പോഴേ നമ്മൾ മുണ്ടുപൊക്കി പോകുന്ന പോലെയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് മാത്രം, ഒരു ചെറിയൊരു പ്രൊവിഷൻസ് വച്ച് ഒന്ന് ബാങ്കിൻ്റെ ഒരു അസറ്റ് ക്വാളിറ്റിയെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് HDFC ബാങ്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 22 രൂപയുടെ ഒരു ഒരു ഡിവിഡൻഡും കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് HDFC ബാങ്ക് റിസൾട്ട്. എന്നെ സംബന്ധിച്ച് HDFC ബാങ്ക് റിസൾട്ട് ഒരു റിസൾട്ടാണ്. അല്ല വലിയൊരു ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോഴും എസ്റ്റിമേറ്റ് അനാലിസിസുകളെ വെച്ച് നോക്കുന്ന സമയത്തൊക്കെ ഒരു റിസൾട്ടാണ്. ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ മാത്രമേ ഇത് ഒരു ഗുഡ് റിസൾട്ട് രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നത്. എന്നാൽ അതേ സമയത്ത് ICICI ബാങ്ക് റിസൾട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 107 ബില്യൺ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം 126.3 ബില്യൺ, അതായത് നല്ല റിസൾട്ട്, നല്ല ഗ്രോത്ത് ഉണ്ട് HDFC അപേക്ഷിച്ച് നോക്കുമ്പോൾ. ക്വാർട്ടർ അതേ Q4 ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 424 ബില്യൺ ആണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 379 ബില്യൺ ആയിരുന്നു അവരുടേത്. നെറ്റ് ഗ്രോസ് NPA എന്ന് പറഞ്ഞാൽ അത് ക്വാർട്ടർ 1.96 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്ത്, ഇപ്പോൾ 1.67 ആയി. അത് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് നല്ലൊരു പോസിറ്റീവാണ്. നെറ്റ് NPA നോക്കുകയാണെങ്കിൽ 0.42 നിന്നും അത് 0.39 ആയിട്ട് കുറഞ്ഞു. അത് നല്ലൊരു ചെറിയൊരു മൈനൂട്ടാണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് നല്ലതാണ്, നല്ല പോസിറ്റീവാണ്. അതുകൂടാതെ HDFC ബാങ്കിനെ കണ്ടി ICICI ബാങ്കിൻ്റെ റിസൾട്ട് ഞാൻ കുറച്ചും കൂടെ പോസിറ്റീവായി പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊവിഷൻസും കണ്ടിജൻസിയും കഴിഞ്ഞ പ്രാവശ്യം 12.3 ബില്യൺ ആയിരുന്നത് ഈ പ്രാവശ്യം 8.9 ബില്യൺ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലാണ് അവരെ സംബന്ധിച്ച് ബാങ്കിലെ അസറ്റ് ക്വാളിറ്റി ഈസ് ഗ്രോയിങ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അവർ ഉള്ളത് കൊണ്ട് ഈ പ്രൊവിഷൻസ് കുറച്ചു. അത് നല്ലതാണ് ബാങ്കിനെ സംബന്ധിച്ച്, പ്രൊവിഷൻസ് കുറയുക. അതായത് നമ്മൾ ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ചെയ്യുന്ന ലോസിൻ്റെ ആൻറ്റിസിപ്പേഷൻ വളരെ കുറവാണെന്നാണ് ഈ പ്രൊവിഷൻ കൊണ്ട് മാർക്കറ്റ് പറയുന്നത്. അതുകൂടാതെ ഡിവിഡൻഡ് ആയിട്ട് 11 റുപ്പി പെർ ഷെയറും കൊടുത്തു. അപ്പം ചുരുക്കി പറഞ്ഞാൽ 2 ബാങ്കുകളും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, HDFCയും റിലയൻസും. നാളെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് എങ്ങനെ ഇരിക്കണം നമുക്ക് നോക്കണം. നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 23,900.5 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക മാർക്കറ്റൊക്കെ ഒരു ഫ്ലാറ്റ്, ഡൗ ജോൺസ് നോക്കുകയാണെങ്കിൽ 429 പോയിന്റ് മൈനസിലും. അതേ സമയത്ത് നമ്മുടെ
S&P നിങ്ങൾ നോക്കുകയാണെങ്കിൽ S&Pയും ഒരു ചെറിയൊരു 7 പോയിന്റ് പ്ലസ്സിലാണ്. അപ്പോൾ നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ നാസ്ഡാക്കും ഒരു എന്തുവാണ് ചെറിയൊരു 4 പോയിന്റ് പ്ലസ് മൈനസിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ ഡൗ ജോൺസ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള മാർക്കറ്റിലൊന്നും അടിച്ചിട്ടില്ല. വേൾഡ് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ട് രീതിയിൽ ക്ലോസ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ സമയത്ത് ഒരു 50 പോയിന്റ് പ്ലസ്സിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. 23,851 നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്യൂച്ചറൊക്കെ ക്ലോസ് വന്നിരിക്കുന്നത് 23,900 നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 50 പോയിന്റ് ഗ്യാപ്പ് അപ്പിലൊക്കെ വേണമെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് നാളെ ഈ വരാൻ പോകുന്ന ആഴ്ച വീക്കിലി അല്ല മന്ത്ലി എക്സ്പയറി ആണ്. നമ്മുടെ മന്ത്ലി എക്സ്പയറി ആകുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച വീക്കിലി നിഫ്റ്റി ആയിരുന്നു. എല്ലാ ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെയൊക്കെ ആടാപാടലം വലിച്ചുകൊണ്ടാണ് ഒരു കയറ്റമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച കിട്ടിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് ഈ മാർക്കറ്റിൽ എങ്ങനെ ബാധിക്കും, അതായത് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഈ എക്സ്പയറിക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പൊസിഷൻ ചെയ്തേക്കുന്നത് എന്നെല്ലാം നമുക്ക് നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് നോക്കാം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കഴിഞ്ഞ ഈ മന്ത് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടും കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് കഴിഞ്ഞ ഒരു ഫെബ്രുവരി 5 ബഡ്ജറ്റിന് ശേഷം മാർക്കറ്റ് ഈ 23,840 കിടന്ന മാർക്കറ്റാണ് ഇറങ്ങി വന്ന് 21,860 വരെ വന്നതിന് ശേഷം അതിനു മുമ്പേ 21,960 വന്നു. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കയറി 23,826 വീണ്ടും വന്നു. അവിടെ നിന്ന് താഴേക്ക് വീണ്ടും ഇറങ്ങി 21,769 730 ഒക്കെ വന്നതിന് ശേഷം അവിടെ നിന്ന് ഇപ്പം തിരിച്ചാവാൻ കയറി ഈ ഒരു ഹൈ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു 3 ദിവസത്തെ ഹൈ 23,900 850 എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈയുടെ ഭാഗത്താണ് സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്പോട്ടിൻ്റെ ക്ലോസിംഗ് വന്നെങ്കിൽ 23,840 ആണ്. നമ്മുടെ ഏറ്റവും റെസിസ്റ്റൻസ് ഏരിയ 23,900 അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് മുകളിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഫ്രഷ് ബൈ. ഇന്നലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ട്രെൻഡ് അപ്പിംഗ് ആണ്, ഇഷ്ടംപോലെ സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് POC ഇപ്പോഴും മാറിയിട്ടില്ല. 23,408 404 ഭാഗത്താണ് ഇപ്പോഴും POC നിൽക്കുന്നത്. 23,402 ആണ് ഇപ്പോഴും POC നിൽക്കണം. അപ്പോൾ POCക്ക് മുകളിലോട്ട് മെർജ് ചെയ്യാനുള്ള അവസരം കൊടുത്തില്ല, കാരണം ട്രെൻഡ് അപ്പായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മാർക്കറ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് വ്യക്തമായ രീതിയിലേക്ക് അത് നമുക്കൊരു ഗോ ചാർട്ടിങ്ങിൻ്റെ ഒരു ഇതും എടുത്ത് ഞാൻ അതിലേക്ക് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. നമ്മുടെ ചാർട്ട് പ്രകാരം നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്ന് 23,840 ഭാഗത്താണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നിഫ്റ്റി നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 23,840 ഭാഗത്താണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ്. ഇഷ്ടംപോലെ സിംഗിൾ പ്രിന്റ് ഉണ്ട്. നിഫ്റ്റിയുടെ POC വന്ന് നിൽക്കുന്നത് 23,402 ഭാഗത്താണ് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ആ POC ഒന്ന് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തിരിക്കാം. 23,402 നമ്മുടെ നിഫ്റ്റിയുടെ POC. അപ്പോൾ ഞാൻ ആ POC ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നു. 23,402 23,402 നിഫ്റ്റിയുടെ POC. സോ ഞാൻ ആ POC മാർക്ക് ചെയ്യണം. POCയുടെ കളർ കൊടുത്തിട്ട് POC ഒന്ന് മാർക്ക് ചെയ്യണം. 23,402 എത്രയാണ്? 23,402 ആണ് നിഫ്റ്റിയുടെ POC. 23,402. അപ്പോൾ ഞാൻ ഗോ ചാർട്ടിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗോ ചാർട്ടിങ്ങിൽ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്തു. അതിന് പേരും കൊടുത്തു. നിഫ്റ്റി POC വരുന്നത് ഈ 23,402. അത് ഞാൻ POC മാർക്ക് ചെയ്ത് വെച്ചു ചാർട്ടിൽ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ഈസി ആയിട്ട് അതിനെ ഫോളോ ചെയ്യാനും അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നിഫ്റ്റിയുടെ POC മാർക്ക് ചെയ്ത് വെച്ചത്. POC വെച്ചിരിക്കുന്നത് എത്രയാണ്? 23,402 മാർക്ക് ചെയ്ത് വെച്ചു. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,900 എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ 23,900 അല്ലെങ്കിൽ ഈ ഒരു ഹൈ 23,900 മുകളിൽ മാത്രമേ ഞാൻ ഇനി ഫ്രഷ് ബുള്ളിഷ് മൂവ്മെന്റ് എടുക്കുന്നുള്ളൂ. 23,900 എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് ബ്ലൂ കളർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. 23,400 ആണ് നിഫ്റ്റി. 23,900 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ്. ആ ബുള്ളിഷ് റെഫറൻസ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു 23,900. അതിന് മുകളിൽ മാത്രമേ നിങ്ങൾ ഇനിയൊരു ഫ്രഷ് ബൈയെ കുറിച്ചു ആസ് പെർ ദ മാർക്കറ്റ് പ്രൊഫൈൽ ലെവലിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നോക്കേണ്ടത് മാർക്കറ്റ് ഈ 23,900 മുകളിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും. അങ്ങനെയാണ് നിങ്ങൾ ഓർത്തുകൊള്ളുക. നിഫ്റ്റി സംബന്ധിച്ച് പഴയ കുറേ ലെവൽസ് ഒക്കെ ഫില്ല് ചെയ്യാൻ കൊണ്ട് 23,900 മുകളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇതാ ജാനുവരി ഏരിയയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പോൾ 23,900 മുകളിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന നിലയിൽ ഈ ഒരു POC വരാം 23,980 ഭാഗത്തേക്ക് പോകാം. ആ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,980 ഭാഗത്തേക്ക് പോകാം. 23,980 ഭാഗത്തേക്ക് നിഫ്റ്റി പോകും. അപ്പോൾ അതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള R1. എന്നെ സംബന്ധിച്ചുള്ള R1 ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. നിഫ്റ്റിയിൽ R1 എന്ന് പറഞ്ഞാൽ അതാണ് 23,980. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. അത് നിങ്ങൾ ഓർത്തോളം 30 മിനിറ്റ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വലുതാക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 23,980. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് ആ ദിവസത്തെ ഹൈ ആയ അല്ലെങ്കിൽ ആ ഒരു പഴയ ഒരു POC ആയ 24,000
24,054 24,054 ഭാഗത്തേക്ക് പി ഒ സി, അവിടെ പി ഒ സി ഉണ്ട് 24,000 R2 എന്ന് പറയുമ്പോൾ 24,054 24,055 50 ബേസ് പോയിന്റ് അപ്പോൾ 24,055 ഭാഗത്തേക്ക് പോവാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു വാല്യൂ 24,120 ഭാഗത്തേക്ക് 24,120 ഭാഗത്തേക്ക് പോകാം, 24,120 ഭാഗത്തേക്കും പോകാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 23,900 മുകളിൽ നിൽക്കുമ്പോൾ വരുന്നത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,980 24,055 അതിന് മുകളിൽ എവിടെയാണ് 24,120 വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് സെല്ലിംഗ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സെല്ലിംഗ് എന്ന് ഓർത്തോളാം. സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ ഇന്നലത്തെ പി ഒ സി ആയ നമ്മുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരും. നിഫ്റ്റിയെ സംബന്ധിച്ച് 23,745 താഴെ സസ്റ്റെയിൻ ചെയ്യുന്ന ഇന്നലത്തെ പ്രൊഫൈലിൻ്റെ ഭാഗത്തേക്ക് ഫില്ലിംഗ് വരാം. അപ്പം ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,745 താഴെയാണ്, 23,745 താഴെയാണ് അതിൻ്റെ സെല്ലിംഗ് വരുന്നത്. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ചെറിയ ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പ്രൊഫൈലൊക്കെ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 23,695 എന്ന് പറയാം. ആദ്യത്തെ 23,695 ഭാഗത്തേക്ക് പോകാം. 23,000 S1 എന്ന് പറയുമ്പം 23,695 ഭാഗത്തേക്ക് വരാം. അത് വരാം. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ലെവലിലേക്ക് പോവാം. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് അടുത്ത എങ്ങോട്ട് പോവാം? നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത വരുന്ന ലെവൽ 23,695 വരാം. അതിന് താഴെ അടുത്ത വരുന്ന ലെവൽ എന്ന് പറയുമ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടുത്തത് 23,598 ഭാഗത്തേക്ക് വരാം. 23,598 ഭാഗത്തേക്ക് വരാം. 23,598 ആണ്. 23,598 ഭാഗത്തേക്ക് വരാം. അതാണ് എന്നെ സംബന്ധിച്ചുള്ള S2. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിംഗിൾ പ്രിന്റുകൾ. ഈ ഒരു സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാനും അതിന് താഴെ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി 23,740 23,745 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈലിൻ്റെ പി ഒ സിയുടെ ഭാഗത്തേക്ക് വരാനും ഈ സിംഗിൾ പ്രിന്റുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി ലെവൽ. സോ ബാങ്ക് നിഫ്റ്റി അടിപൊളി ട്രേഡൊക്കെ തന്ന ദിവസമാണ്. കിടിലം ട്രേഡ് തന്ന ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. സോ പക്ഷേ ആ ഒരു ട്രേഡിന് ആ ഒരു എന്താണ് ലാസ്റ്റ് ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നെങ്കിൽ കൂടി അവൻ ആ ഭാഗത്തെ പിടിച്ച് നിന്നു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. സോ ബാങ്ക് നിഫ്റ്റി നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രെൻഡ് പ്രൊഫൈലായിരുന്നു ബാങ്ക് നിഫ്റ്റി വൈകിട്ട് വരെ ഉണ്ടായിരുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ലാസ്റ്റ് ആയ സമയത്ത് ഈ പി ഒ സികളൊക്കെ മുകളിലോട്ട് മെർജ് ചെയ്ത് ആശാൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പി ഒ സി ഇപ്പോൾ എവിടെ നിൽക്കണം നിങ്ങൾ നോക്കി വലിയ പ്രൊഫൈലാണ്. ലെറ്ററൊക്കെ വായിക്കാനേ പാടാണ്. നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ലെറ്റർ പോകും. സോ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രെൻഡിങ് പ്രൊഫൈലായിരുന്നു. 23,000 പി ഒ സി വന്ന് ക്ലോസ് ചെയ്യണം. 54,270 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പി ഒ സി ഒന്ന് വ്യക്തമായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മാർക്ക് ചെയ്യാം. 54,270 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി നിൽക്കുന്നത്. 54,270 ആണ് ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി. അപ്പോൾ പി ഒ സി മുകളിലോട്ട് മെർജ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ആ ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ് ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത് വിഷയം നടന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം പി ഒ സി മെർജ് ചെയ്തതുകൊണ്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ബാങ്ക് നിഫ്റ്റി നടന്നിട്ടുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെക്കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി പറയുകയാണെങ്കിൽ ഈ പഴയ ഒരു ഹൈ ആണ്. ഇത് ഓട്ടോമാറ്റിക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു 54,000 ഒക്കെ അന്ന് പോയതാണ്. ഈ ഒരു 54,329 അല്ലെങ്കിൽ ഈ ഒരു 54,425 ഇനി അന്ന് നിൽക്കണം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,475 മുകളിൽ മാത്രമേ നിങ്ങൾ ഇനി ഫ്രഷ് ബൈയെക്കുറിച്ച് ചെയ്യുമ്പം അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ 50 ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,475 54,475 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് റെഫറൻസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് ഒരു എന്താണ്
മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ഇല്ല എങ്കിൽ ഒരു പുഷ് ബാക്കോ അല്ലെങ്കിൽ എന്താണ് താഴേക്ക് വന്ന് കുറേ ലെവൽസുകൾ ഫില്ല് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റി കിടപ്പുണ്ട് താഴോട്ടുള്ള. അപ്പോൾ ആ ലെവൽസിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ 54,275 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഇനിയൊരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. 54,275 മുകളിൽ മാത്രമേ, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 54,710 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പം 54,710 ഭാഗത്തേക്ക് 54,710 ഭാഗത്തേക്ക് പോവാൻ, R1 എന്ന് പറയുമ്പം 54,710 ഭാഗത്തേക്ക് പോവാൻ, R1 എന്ന് പറഞ്ഞാൽ ആ ഭാഗമാണ് 54,710, 54,710 ഭാഗത്തേക്ക് പോകാനും അതിന് മുകളിൽ 54,955 ഭാഗത്തേക്ക് പോകാൻ 54,955 955. കാരണം ഇത് ഈ ലെവലൊക്കെ SD ബാൻഡ് വെച്ചുള്ള ലെവൽസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ബാങ്ക് നിഫ്റ്റി ഒരു ലെവൽസ്. 54,955 54,955 ഭാഗത്തേക്ക് പോകാനും ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ R1 R2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ കേട്ടോ. കാരണം അതിന് മുകളിലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത്രയും ഓടി കിതച്ച വണ്ടി ആയതുകൊണ്ട് കുറച്ചൊരു 55,000 ഭാഗത്തൊക്കെ വന്നൊരു പോസ് തരേണ്ട ചാൻസ് സമയം വളരെ കൂടുതലാണ്. ഇനി താഴോട്ട് ഇറങ്ങി വരുമെങ്കിൽ കുറേ ഫില്ല് ചെയ്യാൻ കിടപ്പാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യണത് 54,000 താഴെയാണ്. 54,000 താഴെ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ബെയറിഷ് റെഫറൻസ് സ്റ്റാർട്ടിങ്, വലിയ ബെയറിഷ് റെഫറൻസ് അല്ല, 54 താഴെ നിൽക്കുകയാണെങ്കിൽ അവൻ എന്താണ് ഒരു ചെറിയൊരു ബെയറിഷ് റെഫറൻസോട് കൂടി സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. കാരണം ഈ പ്രൊഫൈലിൽ കുറേ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് 54 ഫസ്റ്റ് ഇരുന്നതിലേക്കും നേരെ വരുന്നത് 54 താഴെ നിൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് 53,827 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് 53,827 53,827 ഭാഗത്തേക്ക് വരാം. അവിടെ ഒരു സിംഗിൾ പ്രിന്റ് ഉണ്ട്, അത് ഫില്ല് ചെയ്യാം. S1 എന്ന് പറഞ്ഞതാണ്. അപ്പം അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. അതിന് താഴെ അടുത്ത വരുന്ന ഫില്ലിങ് എവിടെയാണ് വരും? അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 53,650 ഭാഗത്തേക്ക് വരാം. 650 അല്ല, 53,552 ഭാഗത്തേക്ക് വരാം. 53,552 53 എന്ന് പറയുമ്പോൾ 53,552 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ S1 S2 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ആ ഒരു മൂവ്മെൻറ്റ് നിൽക്കുക. അപ്പോൾ മുകളിലോട്ട് പോകണമെങ്കിൽ 54,470 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബൈ 54,710 54,955. ഇനി 54,000 താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തെ പ്രൊഫൈൽ ഫില്ല് ചെയ്യാൻ താഴേക്ക് വരാം. 53,827 53,552 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ലെവൽസ് നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മാർക്ക് ചെയ്ത് വച്ചതിന് ശേഷം അത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക. യൂട്യൂബിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം, ഗോ ചാർട്ടിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങളത് കാണുക. പിന്നെ നമ്മുടെ വരാൻ പോകുന്ന ഡെസ്റ്റിന ട്രേഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഷിജുവിൻ്റെ ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്പീക്കറും കൂടെ വരുന്നുണ്ട്, സുനിൽ മത്തായി എന്ന് പറഞ്ഞ ട്രേഡ് ടോക്സിൻ്റെ സുനിൽ മത്തായിയുടെ ഒരു സെഷൻ കൂടെ ഉണ്ടാവും. നമ്മുടെ എല്ലാ ഈ സെഷൻ എടുക്കുന്ന ആൾക്കാരെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് സാറ്റർഡേയിൽ 5 സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്രൈഡേയിൽ ഒരു 4 സെഷൻ സാറ്റർഡേയും, ഫ്രൈഡേയിൽ ഒരു സെഷൻ വിത്ത് ട്രേഡിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം സീറ്റ് വളരെ കുറച്ചേ ഉള്ളൂ, ഓൾമോസ്റ്റ് പകുതി കൂടുതൽ ബുക്കിംഗ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെസ്റ്റിന ട്രേഡിന് അത് ഫില്ല് ചെയ്യാൻ നിങ്ങളെ സീറ്റ് മാക്സിമം ശ്രമിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി സൺഡേ ആൻഡ് ഒരു നല്ലൊരു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.